എൻ്റെ വീട്ടിലെത്തിയിട്ട് രാവിലെ കുറേ നേരം കിടന്നുറങ്ങണം എന്നൊക്കെ വിചാരിച്ചിട്ട് തന്നെയാട്ടോ ഞാൻ രാത്രി കിടന്നത്. പക്ഷെ ഞാൻ ഇതൊരു 6:30-6:45 നീച്ചു കിട്ടാം. ഒന്നാമത് രാവിലെ നേരത്തെ പോകാൻ തന്നെ പ്ലാൻ ഉണ്ട് കേട്ടോ തിരിച്ച് വീട്ടിലേക്ക്. അപ്പൊ പിന്നെ അതുകൊണ്ടാ തോന്നുന്നു ഉറക്കമൊന്നും അധികം വന്നില്ല. അച്ഛനും അമ്മയും രാവിലെ നേരത്തെ എനിക്ക് കിട്ടോ, കാരണം അച്ഛന് 7:15 അച്ഛന് ജോലിക്ക് പോകണം. അതുകൊണ്ട് തന്നെ അച്ഛൻ രാവിലെ എനിക്ക് വഴിക്കനെ കുളിച്ച് കഴിഞ്ഞാൽ ഫോണിൽ ഇതുപോലെ എന്തെങ്കിലും ശ്ലോകോ അല്ലെങ്കിൽ ഭക്തിഗാനങ്ങളൊക്കെ വെക്കും കേട്ടോ. പിന്നെ വിളക്ക് കൊളുത്തലും കാര്യങ്ങളൊക്കെ അച്ഛൻ തന്നെ രാവിലെ നേരത്തെ തീർക്കുക. അപ്പോൾ അച്ഛൻ ജോലിക്ക് പോകാൻ ഇറങ്ങുകയാണ്. ഒരു 7:15 നമ്മുടെ സുജിമോൻ ബസ് ഇതിയാനായിട്ട് പോവുക. ആ ബസ് പോയി കഴിഞ്ഞതിന് ശേഷമാണ് അച്ഛൻ ജോലിക്ക് ഇറങ്ങട്ടെ. അച്ഛൻ്റെ ഒരു ടൈം അതാണ് 7:15 എന്നുള്ളത്. 7:30 അവിടെ ചെന്ന് ഒപ്പിടണം. അപ്പോൾ എൻ്റെ വണ്ടി ഇതേ അച്ഛൻ ഇപ്പോൾ ഞാൻ ഈ പാലത്തും കൂടെ ഇറക്കാൻ ബുദ്ധിമുട്ടുണ്ടാന്ന് വിചാരിച്ചിട്ട് വണ്ടിയൊക്കെ ഇതേ റോട്ടിക്ക് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ പോകുമ്പോഴേക്കും ഫുഡും കാര്യങ്ങളെല്ലാം ആവും കേട്ടോ. അപ്പം അച്ഛന് ഫുഡൊക്കെ കൊടുത്തയച്ചതിന് ശേഷം അമ്മ അതേ അടിച്ചോരും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ തേജപ്പ് ഇന്നലെ കെടുക്കാൻ നേരത്തെ അവന് വെള്ളപ്പം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പെട്ടെന്നല്ല വന്നത്, അതുകൊണ്ട് വെള്ളപ്പത്തിനുള്ളതൊന്നും അമ്മ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അച്ഛൻ രാവിലെ തന്നെ എവിടെയോ കടയിൽ പോയിട്ട് ഇതേ വെള്ളപ്പും കുറുമക്കറിയും കാര്യങ്ങളൊക്കെ അവന് വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ കാത്തു നിൽക്കുന്നത് അമ്മേനെ കേട്ടോ. അമ്മോട് ഞാൻ കൂർക്ക വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ ഓൾറെഡി എനിക്ക് ഇവിടെ ഇങ്ങനെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. കാരണം അമ്മ കൂർക്ക പണിക്ക് പോണ കാരണം അമ്മ അവിടെ നിന്ന് കുറേ കൂർക്ക വാങ്ങി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാ കുറച്ചും കൂടി ഇത് അപ്പുറത്തെ മുമ്പിൽ നിന്ന് വീട്ടിൽ നിന്ന് വാങ്ങിയിട്ട് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ പോണേക്കാൻ മുന്നേ അമ്മ നേരത്തെ പണിക്ക് പോകട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി ഞാൻ ഒറ്റയ്ക്ക് ഇതിന്റെ ഉള്ളിൽ വെക്കാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഒന്നും അമ്മ വേഗം കൂർക്കയും അതുപോലെ തന്നെ പഴവും ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞങ്ങൾ വണ്ടയുടെ ഉള്ളിൽ ഒതുക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് പിന്നെ വീട്ടിലേക്കുള്ള കൂർക്കയാട്ടാ. അങ്ങനെ അതേ എല്ലാം റെഡിയാക്കി വെച്ചു കേട്ടോ. പിന്നെ നമ്മൾ തേജപ്പനെ വിളിക്കുകയാണ്. കാരണം നമുക്കിനി തിരിച്ച് വീട്ടിലേക്ക് പോകണമല്ലോ. അവിടെ വിൻഷേട്ടനും പിന്നെ ഒന്നാമത് മതിൽ പണി നടക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ തിക്കും തിരക്കൊക്കെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ രാവിലെ നേരത്തെ തന്നെ പോകണം നടന്നു. അങ്ങനെ ഇത് തേജപ്പനെ വിളിപ്പിച്ച് എനിപ്പിച്ചു കേട്ടോ. പിന്നെ 8:15 അമ്മയും പണിക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറേ പേര് ഇപ്പോഴും ചോദിക്കുന്നുണ്ട് അമ്മയ്ക്ക് എന്താ പണിയെന്ന്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ നാട്ടിൽ ഒരുവിധം എല്ലാ പണിക്കും പോവും. ഇപ്പം കൂർക്കയുടെ സീസൺ ആയതുകൊണ്ട് കൂർക്ക പണിക്കായിട്ട് അമ്മ പോണത്. പിന്നെ അതേ അമ്മ പോയി. പിന്നെ ഞങ്ങൾ ചായ കുടിക്കായിരുന്നു കേട്ടോ. വേഗം ചെന്ന് ഞാൻ കുളിച്ചു, തേജപ്പനൊക്കെ കുളിപ്പിച്ചു. തേജുവിന് ഇത് അച്ഛൻ വാങ്ങിക്കൊടുന്ന വെള്ളയപ്പവും പിന്നെ അമ്മ ഉണ്ടാക്കിയതാട്ടോ ഈ മസാല കുറുമക്കറി അതും കൊടുത്തു. എനിക്കും ആയിരിക്കും ചപ്പാത്തി ആയിട്ട് അമ്മ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും ആരും കൂടിയിട്ട് ഇതേ വേഗം ചായയൊക്കെ എടുത്ത് കുടിച്ചു. ചപ്പാത്തിയും വെള്ളയപ്പവും കുറുമക്കറിയും അതുപോലെ തന്നെ ചായയും എല്ലാം കൂടി ഇരുന്ന് കുടിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളിങ്ങനെ ഇരുന്ന് വർത്തമാനം പറയുന്നുണ്ട്. ആരെയാണെങ്കിൽ പറയുന്നുണ്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഞാനും ഇവിടെ പോസ്റ്റായി ഒറ്റയ്ക്കായി എന്നൊക്കെ. പിന്നെ ഇത് ഓണത്തിന് അച്ഛനും അമ്മ എടുത്തോടത്ത ഡ്രസ്സ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിട്ടിട്ട് തേജുവിൻ്റെ ഓരോ ഗോഷ്ടിയാണ്. പിന്നെ എല്ലാം പെട്ടെന്ന് നടന്നു കേട്ടോ. ഞങ്ങൾ വേഗം ഡ്രസ്സൊക്കെ മാറി. കാരണം 9 മണിക്ക് ആവാറായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവിടെ ചെന്നിട്ട് ഇക്കിന് വീട്ടിൽ ചെന്നിട്ട് ചോറൊക്കെ വെക്കേണ്ടേ. ഇതിപ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഇന്നിക്ക് എന്താ കൂടുതൽ ടെൻഷൻ എന്ന് വെച്ചാൽ അവിടെ മതിൽ പണി നടക്കണ കാരണം മിൻഷാൻ്റെ ചേട്ടനും പിന്നെ എക്സ്ട്രാ ഒരാളും കൂടി ഉണ്ടല്ലോ. അപ്പോൾ അവർക്ക് കറക്റ്റ് ടൈമിൽ ഫുഡ് കൊടുക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ വേഗം വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ സ്കൂട്ടിമ പോയി വരവ് കാരണം എനിക്ക് വേറെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ വിൻഷേട്ട അതേ കടയ്ക്കാണ് പോണത്. പിന്നെ ഞാൻ വേഗം ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ മാറ്റി വേഗം അടിച്ചൊരു തുടച്ചിട്ട് നേരെ കുക്കിങ്ങിലേക്ക് ആട്ടോ ചെന്നത്. പിന്നെ എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.